സംസ്ഥാനത്ത് PFI കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് 20ഓളം കേന്ദ്രങ്ങളിലാണ് NIA റെയ്ഡ് നടക്കുന്നത്. ഒളിവിൽ കഴിയുന്ന പ്രതികളെ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നു. ജിജീഷ്, പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ പിടിവിടാതെ കേന്ദ്ര സർക്കാർ, ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ NIA റെയ്ഡ് നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ, PFI ഭീകരർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് തന്നെ, കൂടുതൽ ശക്തമായ നടപടികൾ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് സംസ്ഥാനത്ത് ആകെ 20 കേന്ദ്രങ്ങളിൽ, 3 ജില്ലകളിലായി 20 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ റെയ്ഡുകൾ നടക്കുന്നത്. അത് പുലർച്ചയോടുകൂടിയ റെയ്ഡുകളിൽ പലതും പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 6 പ്രതികളെ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇവരിൽ പലരും നേരത്തെ ഉണ്ടായിരുന്ന PFI ഭീകരവാദ കേസിലും ഒപ്പം തന്നെ ശ്രീനിവാസൻ, RSS പ്രവർത്തകനായ, പാലക്കാട്ടെ RSS പ്രവർത്തകനായ ശ്രീനിവാസൻ വധക്കേസിലും ഉൾപ്പെട്ട ആളുകളാണ്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധനകൾ ഒരേ സമയം സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ, കേരളത്തിന് അകത്ത് മാത്രമായി റെയ്ഡുകൾ നടന്നിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും അന്വേഷണം നടക്കുന്നതിനൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് ഇത്ര വിപുലമായ ഒരു റെയ്ഡ് അന്വേഷണ സംഘം കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്. കാരണം PFIയുടെ ആയുധ പരിശീലകരായ ആളുകളടക്കം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇനിയും പിടികൂടാനുണ്ട് എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പലരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോയിരുന്നു. ഇതിനിടയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ചില PFI നേതാക്കളെ അന്വേഷണ സംഘം പിടിച്ചു. വിവിധ കൊലപാതക കേസുകളിൽ, കൊലപാതക ആസൂത്രണ കേസുകളിൽ, ഗൂഢാലോചന കേസുകളിലടക്കം പങ്കാളികളായ ആളുകളെയായിരുന്നു വിവിധ ഘട്ടങ്ങളിൽ NIA പിടികൂടിയിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് നിരവധി ആളുകളെ ഇനി പിടികൂടാനുള്ളത്. പ്രത്യേകിച്ച് ഇതിലെ മുഖ്യ പ്രതിയായിട്ടുള്ള മുഹമ്മദ് മൻസൂർ ഇനി പിടിയിലാകാനുണ്ട്. മുഹമ്മദ് മൻസൂർ അടക്കം 6 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. അതിൽ അബ്ദുൽ വഹാബുണ്ട്, അബ്ദുൾ റഷീദ്, മുഹമ്മദ് യാസർ അറാഫത്ത്, അയൂബ് TA, ഒപ്പം തന്നെ മൊയ്തീൻ കുട്ടി എന്നിവരെല്ലാമാണ് പിടിയിലാകാനുള്ളത്. ഇവർ ഒളിവിൽ താമസിക്കുന്നതായ ചില സൂചനകൾ, അല്ലെങ്കിൽ ഇവർക്ക് ഒളിയിടങ്ങൾ നൽകിയതായി സംശയിക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ചു കൂടിയാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷം, ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷം, അരിങ്കൊലകൾ നടത്തിയതിന് ശേഷം PFI ഭീകരവാദികൾ ഒളിവിൽ താമസിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ ഒളി സങ്കേതങ്ങൾ, അത് പുറത്തുനിന്നുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒളി സങ്കേതങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ആ ഒളി സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്ന് ദേശീയ അന്വേഷണ ഏജൻസി NIA സംസ്ഥാന വ്യാപകമായി തന്നെയുള്ള പരിശോധനകൾ നടത്തിയിരിക്കുന്നത്. ഈ പരിശോധനയിൽ നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ചില പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവരെ ഒളിവിൽ താമസിക്കാനും ഒപ്പം തന്നെ ചിലരെ വിദേശത്തേക്ക് കടക്കാനും എല്ലാം സഹായിച്ച ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോവുക. അമൽ, PFI ഭീകരർക്കെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് PFI കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് നടക്കുകയാണ്. 20ഓളം കേന്ദ്രങ്ങളിലാണ് NIA റെയ്ഡ് നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.